വിഴിഞ്ഞത്ത് ചരക്ക് കപ്പലുകൾ വന്ന് നിറയണതിൻ്റെ മുന്നേ പോണ വഴിക്ക് മുഴുവനും ഫ്ലക്സുകൾ വന്ന് അങ്ങനെ നിറഞ്ഞു. ഓരോ ഫ്ലക്സും കണ്ടിട്ട് ഓരോരുത്തർ അന്തം വിട്ട് നിന്നു. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. അല്ല, സതീഷ് ഏട്ടന്റെ ഫോട്ടോ അല്ലേ? അത് കുഴപ്പമില്ല, ഫോട്ടോ ആരെങ്കിലും വെച്ചോട്ടെ. കുഞ്ഞാപ്പ, തൽക്കാലം പ്രതിപക്ഷ നേതാവിന്റെ ഒരു 4 ഫോട്ടോ എടുത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വെക്കി. പ്രതിപക്ഷ നേതാവിന്റെ ഫോട്ടോ ഇല്ലെങ്കിലും തൽക്കാലം അതിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 4-5 എണ്ണം സതീഷ് ഏട്ടന്റെയും വെക്കായിരുന്നു. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. അതൊക്കെ പറഞ്ഞ് നേരെ പോയപ്പോതാ അടുത്ത ഫ്ലക്സിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി. ആൾക്കാർ കൂടുന്നതിന് മുമ്പ് എന്നെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യ് ജോസ്. ആൾക്കാർ വരുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ടവരൊക്കെ ചെയ്തു. അടുത്തത് BJP-ക്കാരുടെ വക അവകാശവാദം കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിക്ക് കടക്കുക. സംഗതി എങ്ങനെ ഉണ്ടായി എന്ന് ഓരോരുത്തർ വന്ന് പറയട്ടെ. ഒരു നാഴികക്കല്ലായി മാറുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ്. അതായത് ഇത് നടപ്പിലാക്കിയത് നമ്മുടെ കാലത്താണ്. ഇതും ജോസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ? അല്ല, കയ്യിൽ നിന്ന് പോയിട്ടില്ല, ബാക്കി പറയട്ടെ. സത്യത്തിൽ ഇങ്ങനൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കാൻ കാരണക്കാരായത് 2 വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെ അറിയണവര് പറഞ്ഞു കൊടുക്കി. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത അഭിപ്രായം പോരട്ടെ. വിഴിഞ്ഞം പദ്ധതിയെ ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ്, എന്ന് പറഞ്ഞത് BJP ആണ്, എന്ന് പറഞ്ഞത് UDF ആണ്, എന്ന് പറഞ്ഞത് സംഘപരിവാർ വിഭാഗമാണ്. ഇങ്ങനെ അവകാശം പറഞ്ഞ് അടിയോടടി ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. അപ്പൊ ആ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കേണ്ടത്? വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റിൽ നിന്നും ഉമ്മൻചാണ്ടിയെ മാറ്റാൻ ഒരു ഭരണാധികാരിക്കും പറ്റൂല. പക്ഷെ ഇതിന് സ്പീഡ് കൂട്ടിയ ക്രെഡിറ്റ് വെള്ളാപ്പള്ളി വക പിണറായിക്ക് കിട്ടി. പിണറായി ഗവൺമെന്റ് വന്നതിന് പിന്നെയാണ് അതിന് വളരെ സ്പീഡോടുകൂടി ഇതും കൂടെ അങ്ങോട്ട് കേട്ടപ്പോ ചില കടുത്ത തീരുമാനങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞാൻ പങ്കെടുക്കില്ല. അത് സങ്കടായിട്ടോ. വേണ്ട, പങ്കെടുക്കണ്ട. മാഷ് കട്ടായം പറഞ്ഞപ്പോ ശരിക്കും സങ്കടായി. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അപ്പൊ സതീഷ് ഏട്ടൻ പോണില്ല എന്ന് ഉറപ്പിച്ചോ? നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു. അല്ല, മൂപ്പരപ്പൊ തീരെ ക്ഷണിച്ചിട്ടില്ലേ? ക്ഷണിച്ചല്ലോ. പക്ഷെ വേണമെങ്കിൽ വന്നോട്ടെ എന്നുള്ളൊരു ക്ഷണം, അങ്ങനെയാണ് മൂപ്പര് പറയണത്. ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ട വിധത്തിലായില്ല ക്ഷണം. ഏതായാലും ആ ക്ഷണേ പ്രതിപക്ഷത്തിന് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. കുഞ്ഞുമോനും കൂട്ടരും പഞ്ചായത്തിന്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുക. ഇത് ആരുടെങ്കിലും വീട്ടിലെ കല്യാണമല്ലല്ലോ, നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ലേ. അപ്പൊ അവകാശവാദങ്ങളുടെ ബാക്കിയുള്ള ലിസ്റ്റും ക്ഷണക്കത്തിന്റെ ലിസ്റ്റിലെ ബാക്കിയുള്ള പരാതികളും കാത്തിരുന്ന് കാണാം.